വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അടൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്മാർട്ട് ക്ലാസ് മുറികൾ, ആധുനിക നിലവാരത്തിലുള്ള ലാബുകൾ, കളിസ്ഥലം, ഓഡിറ്റോറിയം തുടങ്ങി സമഗ്രമായ വികസനമാണ് സർക്കാർ നടത്തുന്നതെന്നും സർക്കാർ ഫണ്ടും MLA ഫണ്ടും ഉപയോഗിച്ച് അടൂർ മണ്ഡലവും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്തി ഏറ്റവും മികവാർന്ന വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുക എന്നുള്ളതാണ്. MLA ഫണ്ടും ഗവൺമെന്റ് ഫണ്ടും കിഫ്ബി ഫണ്ടും ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങളാണ് വിദ്യാലയങ്ങളിൽ നടന്നിട്ടുള്ളത്. ഗേൾസ് ഹൈസ്കൂളിന് 3 കോടി രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് ഈ കെട്ടിടം പണി പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുള്ളത്. അതിമനോഹരമായ കെട്ടിടമാണ് ഇപ്പോൾ നിർമ്മിച്ച് അതിന് ഉദ്ഘാടനം നടത്തി കഴിഞ്ഞത്. ഹൈടെക് ക്ലാസ് റൂം ആക്കി മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനവും ഒരുക്കുന്നതിന് MLA ഫണ്ട് കൂടി അനുവദിച്ച ഉടൻ തന്നെ അതിന്റെ പ്രവർത്തനം ആരംഭിക്കും എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിലായി നിർമ്മാണം പൂർത്തിയായ 30 പുതിയ സ്കൂൾ കെട്ടിടങ്ങളുടെയും 12 സ്കൂൾ കെട്ടിടങ്ങളുടെയും ശിലാസ്ഥാപനത്തിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന 30 സ്കൂളുകളിൽ 3 കോടി രൂപയുടെ കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിച്ച 8 കെട്ടിടങ്ങളുണ്ട്. നിർമ്മാണം പൂർത്തിയായ 30 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും 12 സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. കിഫ്ബി ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ ചെലവഴിച്ചാണ് അടൂർ ഗേൾസ് സ്കൂളിന്റെ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.